എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ ഇന്നും എവിക്ഷൻ ഉണ്ടായിരുന്നു. 3 ദിവസത്തെ എവിക്ഷനും കൂടെ പോയത് 12 പേരാണ്. ബാക്കി 28 പേരാണ് ഇനി അങ്ങോട്ടുള്ളത്, അതായത് നാളെ മുതൽ അങ്ങോട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് 32 പേരുമായിട്ടാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലത്തെ എവിക്ഷനിലും എനിക്ക് ഒരാളെ എന്തിനാണ് സേവ് ആക്കിയെന്നൊക്കെ തോന്നി. കാര്യം അവിടെ നിൽക്കാൻ അർഹതപ്പെട്ട ആൾക്കാരെ പലരെയും പുറത്തേക്ക് വിടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അനഘയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ അനഘയെ പോലെ നിൽക്കാൻ അർഹതയുള്ള ആൾക്കാരെ പലരെയും പുറത്തേക്ക് വിടുന്നു. ഒന്നും ചെയ്യാതെ അവരുടെ ഫേസ് പോലും നമുക്ക് ഓർമ്മിക്കാൻ പറ്റാത്ത ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ അവിടെ സേവ് ആക്കുന്നു. അതിൻ്റെ പുറകിലുള്ള ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമ്മൾ കാണാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഇവരവിടെ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ട കാര്യമാണ്. ഒരു കണ്ടസ്റ്റൻ്റ്, ഞാൻ പേര് ഓർക്കുന്നില്ല, അവിടെ എന്തൊക്കെയോ അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പല കാര്യങ്ങളും എപ്പിസോഡ് വന്നപ്പോഴേക്കും ഇല്ല എന്ന് പറയുന്നു. അതേസമയം അഖിൽമാരാറ് സ്റ്റിനിയാണെന്ന് തോന്നുന്നു. അഖിൽമാരാറ് സ്റ്റിനിയുടെ പെർഫോമൻസ് ബെറ്റർ ആയിരുന്നു എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ ഈ ബെറ്റർ പെർഫോമൻസ് എപ്പിസോഡ് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം പല കണ്ടസ്റ്റൻസും പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ഔട്ടായി പോയ പല ആൾക്കാരും പുറത്തിറങ്ങിയിട്ട് അതാണ് പറയുന്നത്. ഞങ്ങൾ ചെയ്ത പല കാര്യങ്ങളും എപ്പിസോഡ് കാണിക്കുന്നില്ല, മറ്റു പലരെയും കൂടുതൽ കാണിക്കുന്നു എന്ന രീതിയിലാണ് സംസാരം വരുന്നത്, പുറത്തുള്ള സംസാരം വരുന്നത്. അവിടെ മത്സരിച്ച് പുറത്തായ ആൾക്കാരുടെ സംസാരം വരുന്നത് അങ്ങനെയാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇനി ഓൾറെഡി കണ്ടസ്റ്റൻസിനെ ഈ അകത്തേക്ക് കയറേണ്ട ആൾക്കാരെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വെറുതെ ഒരു ഷോ കാണിക്കുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ബിഗ് ബോസിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള അഭിപ്രായം അങ്ങനെയാണല്ലോ. ഓൾറെഡി കുറച്ച് പേരെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയായിരിക്കും ഷോ കൊണ്ടുപോകുന്നത്, അവർക്ക് വേണ്ടിയായിരിക്കും അതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ട് മാറുന്നത് എന്നൊക്കെയുള്ള സംസാരം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ ഈ ഷോ കാണുമ്പോഴും നമുക്ക് ഏകദേശം അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഇത് ജഡ്ജസിൻ്റെ മാത്രം തീരുമാനമല്ല ഈ എവിക്ഷൻ പുറത്തേക്ക് ആൾക്കാരെ പറഞ്ഞു വിടുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയൊക്കെയോ എവിക്റ്റ് ആവേണ്ട ആൾക്കാരെ അവിടെ എത്തിക്കുന്നുണ്ട്. ഇതാണ് ടോട്ടാലിറ്റി എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. ആ എവിക്ഷനിൽ വരുന്ന ആൾക്കാരിൽ പോലും പുറത്ത് പോകേണ്ടവരെ അവിടെ നിർത്തിയിട്ട് അത്യാവശ്യം പെർഫോം ചെയ്യുന്നു. നമ്മുടെ മുന്നിൽ പെർഫോമേഴ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാർ പലരും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ബിഗ് ബോസിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടസ്റ്റൻസിൻ്റെ സ്ട്രാറ്റജി അവർ പറയുമ്പോഴെങ്കിലും മനസ്സിലാവും, പക്ഷേ ബിഗ് ബോസിൻ്റെ സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഓക്കെ, എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റനീഷ നേരെ സ്റ്റേജിലേക്ക് വരിക ചെയ്യുന്നത്. സാധാരണ ഒന്നുകിൽ ജഡ്ജസിൻ്റെ സീറ്റിൽ പോയിരിക്കുക, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ ഇടയ്ക്ക് പോയിരിക്കുകയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റനീഷ കണ്ടത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ റനീഷ നേരെ സ്റ്റേജിലേക്ക് വരുന്നു. വന്നിട്ട് അഗ്നിപരീക്ഷയെക്കുറിച്ചൊരു ഔട്ട്ലൈൻ ഒന്ന് സംസാരിക്കുന്നു. അതിനുശേഷം കണ്ടസ്റ്റൻസിനെ എല്ലാവരും കാണിക്കുന്നു, ജഡ്ജസിനെ കാണിച്ചിട്ട് ഓരോ ആൾക്കാരും, റിയാസ് സലീം ആദ്യം സംസാരിക്കുന്നു, അവരുടെ ഓവറോൾ ഒരു വിഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ദെൻ രഞ്ജിനി ഹരിദാസ് സംസാരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്പുട്ട് ഫുള്ള് വേണം, ബെറ്റർ പെർഫോമൻസിനാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അഖിൽമാരാർ നെക്സ്റ്റ് സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ പോലെ കുറച്ച് പോയിന്റുകളുടെ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് നേടാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇൻഫിനിറ്റി കിട്ടിയ ആൾക്കാരെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇൻഫിനിറ്റിയുടെ ബാക്കി വെച്ചിട്ടാണല്ലോ എപ്പിസോഡ് അവസാനിച്ചത്. അതായത് ഇൻഫിനിറ്റി പെൻഡന്റ് എന്ത് പവറാണ് അതിനുള്ളത് എന്ന് നാളെ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എപ്പിസോഡ്, 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവരെ വേദിയിലേക്ക് വിളിക്കുന്നു, അവരെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവരവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ പെൻഡന്റ് കിട്ടിയത് കൊണ്ട് എന്താണ് പവർ കിട്ടാൻ പോകുന്നതെന്ന് അറിയുമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്ത് പവറാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എവിക്ഷൻ പേടിയാണെന്ന് ചോദിച്ചു. അപ്പം ഒരാൾ പറഞ്ഞു എവിക്ഷൻ പേടിയാണ്. അതെന്താ പേടിക്കുന്നത്? അല്ല, ഞങ്ങളുടെ പെർഫോമൻസ് ആ ദിവസം നല്ലതല്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വരുമല്ലോ, അപ്പോൾ ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് പോകണ്ടല്ലോ എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് എവിക്ഷൻ പേടിയില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും എവിക്ഷൻ പേടിയുണ്ട്. പുറത്തേക്ക് പോകേണ്ടി വന്നാൽ ആ ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാവുന്നത്. അതുകൊണ്ട് എവിക്ഷനിലേക്ക് വരുമ്പോൾ എല്ലാവരുടെ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് പേടിയുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ ക്യാപ്റ്റൻ ആവാനുള്ള അവസരമാണ്. ഇന്നത്തെ ടാസ്കിനുള്ള ക്യാപ്റ്റൻ ആവാനുള്ള അവസരം. സോ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഗുണം എന്താണ്? ഇവർക്ക് എവിക്ഷൻ പേടിക്കണ്ട, ഇവരെ എവിക്ഷനിലേക്ക് വിടത്തില്ല. ഇതാണ് ക്യാപ്റ്റൻ്റെ പ്രത്യേകത. അങ്ങനെ ഇവരെ 4 പേരെയും ക്യാപ്റ്റന്മാരാക്കി പ്രഖ്യാപിച്ചു. ഇനി ക്യാപ്റ്റന്മാരായ മാത്രം പോരല്ലോ, ടീം വേണ്ടേ? അപ്പോൾ സാധാരണ ടീമിനെ ചൂസ് ചെയ്യുന്നത് ആരാണ്? ഒന്നുകിൽ റനീഷയുടെ പേര്, അല്ലെങ്കിൽ അഖിൽമാരാറുടെ പേര്, അല്ലെങ്കിൽ രഞ്ജിനി ഹരിദാസിൻ്റെ പേര്, അല്ലെങ്കിൽ റിയാസ് സലീമിൻ്റെ പേര്, ഇവരുടെ മറ്റേ പേരെഴുതിയ പേപ്പർ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവർ തന്നെ ആൾക്കാരെ ചൂസ് ചെയ്യുക, അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ക്യാപ്റ്റന്മാർ തന്നെ റാൻഡമായിട്ട് ബാക്കി ഇരിക്കുന്ന 28 പേരിൽ നിന്ന് റാൻഡമായിട്ട് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക, അവരുടെ ടീമിലേക്ക് ആവശ്യമുള്ള ആൾക്കാരെ പിക്ക് ചെയ്യുക. അങ്ങനെ 4 പേരെയും കൂടി 4 കോർണറിൽ കൂടി നിർത്തി ഓരോ ആൾക്കാരെ വിളിക്കാൻ പറയുക. അവർ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് 7 പേരെ വെച്ചിട്ട് പിക്ക് ചെയ്തു. ഓക്കെ, 7 4 28, ബാക്കി 28 പേരുണ്ടായിരുന്നു. ആ 28 പേരെയും അവർ ഓരോ ടീമിലായിട്ട് വിളിച്ചു. അപ്പം ജഡ്ജസ് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഇവരെ വിളിച്ചത്?
അന്നേരം അവർ പറയുന്നൊരു മറുപടി എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവർ ഓരോരുത്തരും ഓരോ കാറ്റഗറി ഉള്ള ആൾക്കാരാണ്, ഓരോ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, സോ അത് നോക്കിയാണ് ഞങ്ങൾ വിളിച്ചത്, അങ്ങനെയാണോ നിങ്ങൾ വിളിച്ചതെന്ന് രഞ്ജിന് ചോദിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വിളിച്ചതെന്ന് ഇവർ മറുപടിയും പറയുന്നു. പിന്നെ അങ്ങോട്ട് ജഡ്ജസിൻ്റെ അതിഭയാനകമായ ഉപദേശമായിരുന്നു. അമ്പോ, ആദ്യ റിയാസ് സലീം പറയുന്നു, പിന്നെ രഞ്ജിനി ഹരിദാസ് പറയുന്നു, പിന്നെ അഖിൽ മാരാർ പറയുന്നു. ബിഗ് ബോസിനകത്ത് എങ്ങനെയാണ് ഈ എലിമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ടെൻഷൻ കാര്യങ്ങൾ, അത് എലിമിനേഷൻ്റെ ടെൻഷൻ്റെ കാര്യം പറയുന്നത് നേരത്തെ പെൻഡന്റിന്റെ കാര്യം പറഞ്ഞ സമയത്താണ് അഖിൽ മാരാർ നമ്മുടെ റനീഷയെ ഒന്ന് കളിയാക്കി. എലിമിനേഷൻ വരുമ്പോൾ നിന്റെ ഫേസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തിന് ശേഷം ഇന്നാണ് വീണ്ടും ഒരു ജഡ്ജസ് ആങ്കർ തമ്മിലുള്ളൊരു കുത്തൽ കാണുന്നത്. അപ്പോൾ റനീഷ പറഞ്ഞു, എനിക്കങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ടെൻഷനൊന്നും ഉണ്ടാവില്ല, എനിക്ക് മനസ്സിലായി എന്നൊക്കെയുള്ള രീതിയിൽ ആ സംഭവം അങ്ങ് പോയി. പിന്നെ ഈ പറഞ്ഞ അടുത്ത ടാസ്ക്കാണ്. ടാസ്കിൻ്റെ പേര് എം ഓർ യക്. റനീഷ പറഞ്ഞ പ്രകാരം ആ ടാസ്ക് ലാലേട്ടന് ഒരുപാട് ഇഷ്ടമുള്ള ടാസ്ക് എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ സമയത്ത് ലാലേട്ടൻ്റെ ഹരികൃഷ്ണൻസിൽ ആ സീൻ കാണിച്ചു. ഏതാ സീൻ എന്നറിയോ? ജൂഹി ചൗള മറ്റേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും ഉപ്പ് കൂടി എരിവ് കൂടി എന്ന് പറഞ്ഞൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പം അത് കൊള്ളാമെന്ന് കാണിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നതും ചിരിച്ചുകൊണ്ട് കഴിക്കുന്നതും ആ സീനുണ്ടല്ലോ, ആ സീനൊന്ന് ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എം ഓർ എക്ക് എന്ന് പറയുന്ന സാധനം. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവരിപ്പോൾ ടോട്ടൽ 8 പേര് വെച്ചിട്ടുള്ള ടീമാണ്. 4 ടീമാണല്ലോ, 8 പേര് വെച്ച് 32 പേര്. ഈ 4 ടീമിൽ നിന്നും 2 ടീമാണ് ആദ്യം മത്സരിക്കേണ്ടത്. ആ 2 ടീമിൻ്റെയും പരിപാടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, 8 പ്ലേറ്റിൽ 8 സാധനം വെച്ചിട്ടുണ്ടാവും, ഫുഡ് ഐറ്റം വെച്ചിട്ടുണ്ടാവും. ഈ 8 ഫുഡ് ഐറ്റവും ഓരോരുത്തരായിട്ട് വന്ന് കഴിക്കുക. ഇപ്പം ഞാൻ ആണ് ഒരാളെങ്കിൽ ഞാൻ വന്നിട്ട് ഒരു ഫുഡ് ഐറ്റം കഴിക്കുന്നു. അത് ചിലപ്പോൾ എരിവായിരിക്കും. എൻ്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസമില്ലാതെ ഞാൻ ഇന്ന് എരിവ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇത് എം ആണോ എക്കാണോ എന്ന് ഇവർ പറയണം. ഇതാണ് ടാസ്ക്. മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീമാണ് ജയിക്കുന്നത്. ടോട്ടൽ 2 കാറ്റഗറി മത്സരമായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പോൾ എ ടീം വരുവാണെങ്കിൽ എ ടീമിനോട് മത്സരിക്കുന്നത് ബി ടീം ആണെങ്കിൽ ആദ്യം എ ടീമിലുള്ള 8 പേരും ഇത് കഴിച്ചിട്ട് ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് ബി ടീം എന്ത് ചെയ്യണം? പറയണം അത് എം ആണോ എക്കാണോ എന്ന്. ഇപ്പോൾ എം ആണെന്ന് പറയുകയാണെങ്കിൽ എം ആണ് വരുന്നെങ്കിൽ ഇവർക്കൊരു പോയിന്റ്, എക്കാണെന്ന് പറയുകയാണെങ്കിൽ എം ആണ് വരുന്നെങ്കിൽ ഇവർക്കൊരു പോയിന്റ്. അപ്പോൾ തെറ്റായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ ഇവർക്കൊരു പോയിന്റ്. അങ്ങനെ മാറിപ്പോയാൽ ഓപ്പോസിറ്റ് ടീമിന് പോയിന്റ്, ശരിയായാൽ ഇവർക്ക് പോയിന്റ്. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീമാണ് വിജയിക്കുന്നത്. നടന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 4 ടീം മത്സരിച്ചതിൽ ഒരു ടീം ടൈ ബ്രേക്കിലെത്തി. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് മത്സരിക്കാൻ വന്നത് ടീം ബിയും ടീം ഡിയും ആയിരുന്നു. അതായത് ഷിംജിത്തിൻ്റെ ടീമും ഷിജുവിൻ്റെ ടീമും തമ്മിലുള്ള മത്സരം. അപ്പോൾ രാകേഷ് ആദ്യം വന്നിട്ട് ഈ പറയുന്ന ഫുഡ് കഴിച്ചു. അവരുടെ എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് ഇവർ എക്കെന്ന് പറഞ്ഞു, പക്ഷേ എം ആയിരുന്നു ആൻസർ. അങ്ങനെ ഷിംജിത്തിൻ്റെ ടീമിന് ഒരു പോയിന്റ് കിട്ടി. രണ്ടാമത്തെ ആൾ വന്നു, എക്കായിരുന്നു, എം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇവർക്കൊരു പോയിന്റ് കിട്ടി. മൂന്നാമത്തെ ആൾ വന്ന് കഴിച്ചു, അത് എം ആയിരുന്നു, എം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവർക്കൊരു പോയിന്റ് കിട്ടി. നാലാമത്തെ ആൾ വന്നു, എക്കെന്ന് പറഞ്ഞു, എക്ക് തന്നെയായിരുന്നു. അങ്ങനെ വീണ്ടും അവർക്കൊരു പോയിന്റ് കിട്ടി ബി ടീമിന്. അഞ്ചാമത്തെ ആൾ വന്നു, എം ആയിരുന്നു ആക്ച്വലി അവർ കഴിച്ചത്, പക്ഷേ എക്കെന്നാണ് പറഞ്ഞത്. അത് റോങ് ആയതുകൊണ്ട് ഇവർക്ക് ഡി ടീമിന് ഒരു പോയിന്റ് കിട്ടി. ഇനി ആറാമത്തെ ആൾ വന്നു, എം ആണ് കഴിച്ചത്, എം തന്നെയാണ് അവർ പറഞ്ഞത്, സോ ബി ടീമിന് ഒരു പോയിന്റ്. ഏഴാമത്തെ ആൾ വന്നു, എക്കാണ് പറഞ്ഞത്, എക്ക് തന്നെയായിരുന്നു. അങ്ങനെ വീണ്ടും ബി ടീമിൻ്റെ ഒരു പോയിന്റ്. അവസാനത്തെ ആൾ വന്നു, എക്കാണ് പറഞ്ഞത്, പക്ഷേ എം ആയിരുന്നു ഫുഡ്, അത് തെറ്റിപ്പോയി. അങ്ങനെ ആ ഒരു കാറ്റഗറി അവിടെ കഴിഞ്ഞു. അതായത് ഒരു ടീമിൻ്റെ ടാസ്ക് അവിടെ കഴിഞ്ഞു. സ്വാപ്പ് ചെയ്തു, ഇവരപ്പുറത്ത് വന്നു, മറ്റൊരപ്പുറത്ത് പോയി. മത്സരം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. ബി ടീമിനാണ് അടുത്ത ചാൻസ് വന്നേക്കുന്നത്. ആദ്യമേ അവർക്ക് തെറ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു, അങ്ങനെ ബി ടീമിനൊരു പോയിന്റ് കിട്ടി. രണ്ടാമതും തെറ്റിച്ചു, വീണ്ടും ബി ടീമിനൊരു പോയിന്റ് കിട്ടി. മൂന്നാമത് അവർ ശരിയായ ഉത്തരം പറഞ്ഞു, അങ്ങനെ അവർക്ക് വീണ്ടും ഒരു പോയിന്റ് കിട്ടി. നാലാമതും ശരിയായ ഉത്തരം പറഞ്ഞു, അങ്ങനെ വീണ്ടും അവർക്കൊരു പോയിന്റ് കിട്ടി. അഞ്ചാമത്തെ ഉത്തരം തെറ്റിപ്പോയി, അങ്ങനെ ഒരു പോയിന്റ് ഇവർക്ക് കിട്ടി. ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെ ഉത്തരം ശരിയായിട്ട് പറഞ്ഞുകൊണ്ട് അവർക്കൊരു പോയിന്റ് കിട്ടി. അങ്ങനെ 7ഉം 9ഉം പോയിന്റായിട്ട് ബി ടീം ജയിച്ചു. ഫസ്റ്റ് 2 ടീമിൽ ബി ടീമാണ് ജയിച്ചത്. അതായത് ബി ടീം എന്ന് പറഞ്ഞാൽ ഷിജുവിൻ്റെ ടീമാണ് ജയിച്ചത്. അപ്പോൾ ഷിജുവിൻ്റെ ടീം ജയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും തോറ്റ ടീം ഷിംജിത്തിൻ്റെ ടീമിൽ നിന്ന് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയാണ്. ഈ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് കണ്ടസ്റ്റൻസ് ആണ്. ഏറ്റവും വേഴ്സ് പെർഫോമൻസ് ആയിരിക്കാമെന്ന് നോക്കിയിട്ട് അവരെ പേര് പറയാൻ പറയും. ഓട്ടിട്ട് ആരുടെയൊക്കെ പേര് വരുന്നോ അവരാണ് ഔട്ട് ഹൗസിലേക്ക് പോകുന്നത്. അങ്ങനെ 4 പേരാണ് ഈ ടീമിൽ നിന്ന് ഇന്ന് ഔട്ട് ഹൗസിലേക്ക് പോയത്. 1 സോന, 2 ഷാനു, 3 നന്ദകിഷോർ, 4 ജെറ്റി. ഈ 4 പേരാണ് ഔട്ട് ഹൗസിലേക്ക് പോയത്. ഇനി അടുത്ത ടീം വരുന്നു. അടുത്ത ടീം എന്ന് പറഞ്ഞാൽ ടീം എയും ടീം സിയും തമ്മിലായിരുന്നു. ടീം എയിലെ ക്യാപ്റ്റൻ പ്രവീൺ ആയിരുന്നു, ടീം സിയിലെ ക്യാപ്റ്റൻ രചനയായിരുന്നു. അപ്പോൾ ടീം എ ആണ് ആദ്യം കഴിക്കാൻ വന്നത്. ഇവർക്ക് ടോട്ടൽ പോയിന്റ്, ഞാൻ ഓരോ പോയിന്റുകൾ പറയുന്നില്ല, ഇവർക്ക് ടോട്ടൽ പോയിന്റ് കിട്ടിയത് 8 പോയിന്റ് വെച്ചായിരുന്നു. 2 പേർക്കും 8 പോയിന്റ്. അത് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. കാരണം എ ടീം എന്ന് പറയുന്നത് 6 പോയിന്റ് നേടിയ സമയത്ത് ബി ടീം 2 പോയിന്റ് ആയിരുന്നു.
ഓക്കെ, സ്വാപ്പ് ചെയ്ത് ഇപ്പുറത്ത് വന്നപ്പോഴേക്കും അവിടുന്ന് ബാക്കിയുള്ള 6 പോയിന്റ് സി ടീം നേടിയെടുത്തുന്നുള്ളതാണ്. അങ്ങനെ ഇവർ ടൈ ആയി. ആലോചിച്ച് നോക്കുക, 6 പോയിന്റിൽ നിന്ന് പിന്നെ ഒരു 3 പോയിന്റ് കൂടെ മതി ഇവർക്ക് ജയിക്കാൻ വേണ്ടി. പക്ഷെ ആ 3 പോയിന്റ് കൊടുക്കാതെ 6 പോയിന്റും ഇവർ തന്നെ അടിച്ചെടുത്തു. അങ്ങനെ 8-8 വെച്ചിട്ട് ടൈ ആയി. അവസാനം ടൈ ബ്രേക്കറിൽ വേറൊരു മത്സരം കൊണ്ടുവന്നു, 2 കയറ് കൊണ്ടുവന്നു. ഈ 2 കയറ് കൊണ്ടുവന്നിട്ട് 2 ടീമിൽ നിന്നും ഓരോ കണ്ടസ്റ്റന്റിനെ വേണമെന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു. അത് വന്നത് വൈശാഖും പ്രണവും കൂടിയായിരുന്നു. ഈ പറഞ്ഞ രചനയുടെ ടീമിൽ നിന്ന് പ്രണവും, പ്രവീണിൻ്റെ ടീമിൽ നിന്ന് വൈശാഖുമാണ് വന്നത്. വൈശാഖിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അത് എന്താ മത്സരം ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 റോപ്പ് 2 പേർക്കും കൊടുക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ കെട്ടുകൾ ഇടണം. ഓക്കെ, ഇവർ 2 പേരും ആ റോപ്പിൽ മാക്സിമം കെട്ടുകൾ ഇടുക. ഈ കുരുക്ക് കൂട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത ബസലടിക്കുമ്പം, ആദ്യത്തെ ബസലിലാണ് ഇത് കെട്ടിടേണ്ടത്, അടുത്ത ബസലടിക്കുമ്പോഴേക്കും ഈ കയറുകൾ തമ്മിൽ എന്ത് ചെയ്യുക, കൈമാറുക. എന്നിട്ട് കെട്ടുകൾ അഴിക്കണം. കെട്ടുന്ന ആളല്ല അഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കെട്ട് എത്രമാത്രം മുറുകുന്നോ അത്രമാത്രം അഴിക്കാനുള്ള സമയമെടുക്കും. ഏറ്റവും ആദ്യം ആരാണോ അഴിക്കുന്നത് ആ ടീമാണ് ജയിക്കുന്നത്. വൈശാഖ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വൈശാഖ് കാലിലൊക്കെ കെട്ട് ചവിട്ടി പിടിച്ചിട്ട് ഈ കെട്ട് അത്രമാത്രം ടൈറ്റ് ചെയ്ത് കെട്ടിൻ്റെ എണ്ണം കൂട്ടി. അങ്ങനെ ആ കെട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പം ഇവിടെ പ്രണവാണെങ്കിൽ പ്രണവിന് ടാസ്ക് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. അഴിക്കാൻ പറ്റുന്ന ലെവലിൽ കെട്ട് വെച്ചു. പെട്ടെന്ന് തന്നെ വൈശാഖ് അത് അഴിക്കാൻ പറ്റി. ഇവിടെ പ്രണവ് അഴിക്കാൻ പറ്റുന്നില്ല, കാരണം കെട്ടിൻ്റെ എണ്ണം കൂടി. മാത്രമല്ല ഭയങ്കരമായിട്ട് ആ കെട്ട് ടൈറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അഴിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ലാസ്റ്റ് വൈശാഖ് അത് പെട്ടെന്ന് അഴിച്ചതുകൊണ്ട് ആ ടീം ജയിച്ചു. അക്കൂട്ടത്തിൽ തോറ്റ ടീമിൽ നിന്നാണ് ഔട്ട് ഹൗസിലേക്ക് പോകേണ്ട ആൾക്കാരെ വിളിക്കേണ്ടത്. അപ്പോൾ അവരെ വിളിച്ച് നിർത്തി. രചനയുടെ ടീമിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് പോയ ആൾക്കാരെന്ന് പറയുന്നത്, പോകേണ്ടി വന്ന ആൾക്കാരെന്ന് പറയുന്നത് പ്രണവ്, സ്റ്റിനിയ, ഷാമോൻ, വർഷ, ഇത്രയും പേരാണ് ഔട്ട് ഹൗസിലേക്ക് പോയത്. പിന്നെ നടന്നതെന്ന് പറയുന്നത്, ഈ നിലവിൽ തോറ്റ് ഔട്ട് ഹൗസിലേക്ക് പോയ ആൾക്കാർ അവിടെ നിൽക്കവെ തന്നെ നേരത്തെ ഔട്ട് ഹൗസിലേക്ക് പോയ ആൾക്കാരെ വീണ്ടും വേദിയിലേക്ക് വിളിച്ചു. അപ്പോൾ ടോട്ടൽ 4 8 പേര് അവിടെ ഉണ്ട്. ഏതാ ഡേഞ്ചർ സോണിൽ എലിമിനേഷൻ കാത്തു നിൽക്കാൻ വേണ്ടി അവിടെ 8 പേരുണ്ട്. ഈ 8 പേരുടെ കൂടെ ഇവർക്ക് 2 പേരും കൂടി വേണം. 10 പേരിൽ നിന്നേ ഇവർ പുറത്തേക്ക് വിടത്തുള്ളൂ. അതിനു വേണ്ടി ഇവർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത്, ഈ പെൻഡൻറ്റ് കിട്ടിയ ആൾക്കാർ, ഇൻഫിനിറ്റി കിട്ടിയ ആൾക്കാരെ നേരെ വേദിയിലേക്ക് വിളിച്ചു. വേദിയിലേക്ക് വിളിച്ചിട്ട് അവരിൽ ജയിച്ച ടീമിലെ ക്യാപ്റ്റന്മാരുണ്ടല്ലോ, ഈ ഇൻഫിനിറ്റി കിട്ടിയ ആൾക്കാരാണ് ആ ക്യാപ്റ്റന്മാർ. ജയിച്ച ടീമിലെ 2 പേരെ അവിടെ നിർത്തിയിട്ട് തോറ്റ ടീമിലെ 2 പേരെ പറഞ്ഞു വിട്ടിട്ട് ജയിച്ച ടീമിലുള്ള ആൾക്കാർക്ക് ഒരു പവർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ടീമിൽ നിന്ന്, ടീം അംഗങ്ങളിൽ നിന്ന് 2 പേരെ ഔട്ട് ഹൗസിലേക്ക് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഷിജുലാൽ ജയിച്ച ടീമിലെ ഒരു ക്യാപ്റ്റൻ ഷിജുലാലായിരുന്നു, ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ പ്രവീണായിരുന്നു. അങ്ങനെ ഷിജുലാൽ ഷിബിനെയും പ്രവീൺ ഷിജിനെയും എന്ത് ചെയ്തു, ഔട്ട് ഹൗസിലേക്ക് നോമിനേറ്റ് ചെയ്തു. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല, കാരണം ആ 2 പേരും ഇവർ സേവ് ചെയ്തു. അതാണ് സത്യം. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ടോട്ടൽ 10 പേര്, ഇപ്പോൾ ടോട്ടൽ 10 പേരാണ് ഔട്ട് ഹൗസിലേക്ക് എത്തിയത്. അപ്പോൾ ഡേഞ്ചർ സോണിൽ വന്നത് 10 പേരാണ്. പിന്നെ എലിമിനേഷനാണ്. ഈ എലിമിനേഷൻ വരുമ്പോൾ ഇവർ കൂടുതൽ ആൾക്കാരും സേവ് ചെയ്തു. 4 പേരാണ് പറഞ്ഞു വിട്ടത്. ആ 4 പേരിൽ എനിക്ക് ഒരു അൺഫെയർ ആയിട്ട് തോന്നിയത് ഈ ഷിബിനെ എന്തിനാണ് സേവ് ചെയ്തെന്നുള്ളത് ഓർത്തിട്ടാണ്. കാരണം ഷിബിന അവിടെ ഒന്നും ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ചൊരു പെർഫോമറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഷിബിന എവിടെയും വോയിസ് റൈസ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ ടാസ്കുകളിൽ അങ്ങനെ പെർഫോം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല, നമ്മൾ കാണുന്നില്ല. അതാണ് സത്യം. അപ്പോൾ എന്തർത്ഥത്തിലാണ് റിയാസ് വന്നിട്ട് ഷിബിനെ സേവ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ജെറ്റിനെ സേവ് ചെയ്തത് നമ്മുടെ രഞ്ജിനി ഹരിദാസ്, ദെൻ സോനയെ രഞ്ജിനി സേവ് ചെയ്യുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോനയൊന്നും അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ സോനയെ രഞ്ജിനി സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് അഖിൽമാരാർ വന്നിട്ട് നിതിനെ സേവ് ചെയ്യുന്നു, ഷാമോനെയും സേവ് ചെയ്യുന്നു. ഓക്കെ, നിതിനെയും ഷാമോനെയും അഖിൽമാരാർ സേവ് ചെയ്യുന്നു. ആ സമയത്ത് ഷാമോനോട് ചോദിക്കേണ്ടായിരുന്നു, ഷാമോൻ ഇതിനകത്ത് ആരെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം ഷാമോൻ നേരെ സ്റ്റിനിയെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്റ്റിനിയെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും അഖിൽമാരാർ 1 റൗണ്ട് അടിച്ചിട്ട് ഒന്ന് പറഞ്ഞു, ഞാൻ ഷാമോൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നേരെ ഷാമോൻ സ്റ്റിനിയെ സേവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇവിടെ ഷാമോൻ സേവ് ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ആര് പുറത്ത് പോകണം, ആര് അവിടെ നിൽക്കണം എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ റിയാസലിം വരുന്നുണ്ട്. റിയാസലിം വന്നിട്ട് പ്രണവിനെ സേവ് ചെയ്തു, ഷിബിനേനെ സേവ് ചെയ്തു. ഈ ഷിബിനെ സേവ് ചെയ്ത് എന്തിനാണെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അതൊരു അൺഫെയർ സേവിംഗ് ആയിട്ട് ഫീൽ ചെയ്തു, ഈ ഷിബിനയുടെ സേവിങ്ങും സോനയുടെ സേവിങ്ങും. കാരണം ഇന്നലെയും സോന സേവായി. ഓക്കെ, അനക്ക അവിടെ നിർത്തിയിട്ട് സോനനെ പറഞ്ഞു വിടേണ്ടതാണ്. പക്ഷേ അനക്ക പുറത്തു പോയി, സോന അവിടെ എക്സിസ്റ്റ് ചെയ്തു. ഇന്നും അതുപോലെ തന്നെയാണ്, സോന അവിടെ നിൽക്കുന്നു. പകരം പോയ ആൾക്കാരെന്ന് പറയുന്നത് ഷാനു പോയി, നന്ദകിഷോർ പോയി, ടിനിയ പോയി, വർഷ പോയി. വർഷയ്ക്ക് അത്യാവശ്യം സംസാരിക്കുന്നതായിട്ടൊക്കെ തോന്നി. അതുപോലെ ഷാനു ആണെങ്കിലും അത്യാവശ്യം അപ്പം സംസാരിക്കുന്നവരും അവിടെ ഇപ്പം ഒച്ചയെടുക്കുന്നവരൊന്നും വേണ്ട, ഇവർക്ക് മൗനമായിട്ട് സൈലൻ്റ് ആയിട്ട് നിന്ന് കളിക്കുന്ന ആൾക്കാരെ മതിയും തോന്നുന്നു. എന്നാൽ പെർഫോം ചെയ്യാൻ വേണം. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നത്. ഈ 5 പേരെ കയറ്റി വിട്ടിട്ട് കോമണേഴ്സ് ആണെന്ന് പറഞ്ഞ് കയറ്റി വിടുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ 5 പേരെ കയറ്റി വിട്ട് സെലിബ്രിറ്റീസിന് ഒരു വെല്ലുവിളി ആവാതിരിക്കാൻ വേണ്ടിയാണോ നന്നായിട്ട് കളിക്കുന്നവരെ പറഞ്ഞു വിടുന്നതും
ഈ കളിക്കാതെ നിൽക്കുന്ന ആൾക്കാർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ഒട്ടും അത് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്നലെ പുറത്ത് പോയ ആൾക്കാർ എന്ന് പറയുന്നത് ഷാനു, നന്ദകിഷോർ എന്ന് പറഞ്ഞാൽ മെന്റലിസ്റ്റ്, പിന്നെ സ്റ്റിനിയയാണ്, പിന്നെ വർഷയാണ്. ഇതിൽ സ്റ്റിനിയുടെ ഇന്നലെ ഒരു ലൈവ് ഒക്കെ ഇന്നലെ ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ചെയ്ത പല കാര്യങ്ങളും പുറത്തേക്ക് കാണിച്ചിട്ടില്ല. ഇവരുടെ ബെസ്റ്റ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്തൊക്കെയോ പുറത്ത് വന്നു, പല നല്ല കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല എന്നൊക്കെയാണ് സ്റ്റിനിയ പറഞ്ഞു. പിന്നെ വേറൊരാൾ എന്തോ ഒരു ബാലകൃഷ്ണൻ, ഒരു ബാലകൃഷ്ണൻ, ആ ഒരു ലേഡിയും അവരും വന്നിട്ടൊരു ഇതേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പം എല്ലാവരും ഇപ്പം പുറത്ത് പോയ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഒറ്റ വാക്കിൽ പറയുന്ന കാര്യമാണ്, അവർ ചെയ്ത പല കാര്യങ്ങളും പുറത്തേക്ക് കണ്ടിട്ടില്ല എപ്പിസോഡിൽ. കാരണം അവർക്കല്ലേ അത് അറിയത്തുള്ളൂ, അവർ എന്തൊക്കെ അവിടെ പെർഫോം ചെയ്തു, എന്തൊക്കെ പുറത്ത് കാണിച്ചു എന്നുള്ളത് അവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഇവരവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ ചോദ്യം ന്യായമാണ്. പിന്നെ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല, പക്ഷെ ചില ആൾക്കാരെ ഒരുപാട് കാണിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നു പോയത്. 28 പേരാണ് ഇനി അവിടെ ഉള്ളത്. ഈ 28 പേരിൽ നിന്ന് ഇന്നിനി എത്ര പേര് പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും 4 പേര് വെച്ച് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അവസാനത്തെ ഒരു 5 പേര് നിൽക്കുമായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ 3 പേരെ പറഞ്ഞു വിടുള്ളായിരിക്കും. അവസാനത്തെ സമയങ്ങളാകുമ്പോഴേക്കും 5 പേര് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ആ 5 പേരായിരിക്കും അകത്തേക്ക് പോകുന്നത്. കാത്തിരുന്ന് കാണണം ആരൊക്കെയാണ് പോകുന്നത്. എവിടേക്കോ ഒരു അൺഫെയർ കാണിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ജഡ്ജസിന്റെ ഭാഗത്ത് നിന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഈ പുറത്തേക്ക് വിടുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഒരു നിൽക്കേണ്ട ആൾക്കാർ പോകുന്നു, പോകേണ്ട ആൾക്കാർ നിൽക്കുന്നു എന്നൊരു രീതിയിൽ ഫീൽ ചെയ്ത് തുടങ്ങി. ജനങ്ങൾക്കും അത് തോന്നി തുടങ്ങി. അത് നന്നായിട്ട് കാണുന്നുണ്ട്. സോ അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. അകത്തേക്ക് പോകേണ്ട ആൾക്കാർ, അർഹതപ്പെട്ട ആൾക്കാർ അകത്തേക്ക് പോട്ടെ. അല്ലാണ്ട് ഈ സ്വാധീനം വെച്ചിട്ടൊക്കെ അതൊന്നും നല്ല പരിപാടിയല്ല. അപ്പോൾ അർഹതപ്പെട്ട ആൾക്കാർ അകത്തേക്ക് പോട്ടെ. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ഉള്ളിലേക്ക് എടുക്കേണ്ട ഒരു പ്രോഗ്രാം അല്ല. നമ്മളൊരു 1 അവർ ഒരു തമാശ കണ്ട് അല്ലെങ്കിൽ ചിരി കണ്ട് അടിപിടി കണ്ട് ഇരിക്കാൻ പറ്റുന്നൊരു ഷോ, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഉള്ളിലേക്ക് എടുത്താൽ നമ്മുടെ കിളി പോകും, അതാണ് അവസ്ഥ. അതുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കേണ്ട, കണ്ടിരിക്കുക, കണ്ടു രസിക്കുക. സോ അടുത്ത എപ്പിസോഡിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വേറെയും വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും. സോ നിങ്ങൾ അതും കാണുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.